ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 8ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ റൂമറുകളും വാർത്തകളുമാണ് നമ്മൾ ഇതിലൂടെ പരിശോധിക്കുന്നത്. ഇന്ന് 15 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് പങ്കുവെക്കാനുള്ളത്. നമുക്കത് പരിശോധിക്കാം. ഒന്നാമത്തെ താരം ഡീൻ ഹുയ്സൺ ആണ്. ബേൺമൗത്ത് താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പല വമ്പൻ ക്ലബ്ബുകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ചെൽസി, ബയേൺ എന്നിവരൊക്കെ അതിൽ സുപ്രധാനികളാണ്. ഇനി രണ്ടാമത്തെ താരം യുവാൻ ഫോയ്ത്ത് ആണ്. ഈ അർജന്റീൻ താരത്തെ സ്വന്തമാക്കാൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആസ്റ്റൺ വില്ലക്ക് നിലവിൽ താല്പര്യമുണ്ട്. നമുക്കറിയാം VRL വേണ്ടിയാണ് യുവാൻ ഫോയ്ത്ത് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഉനൈ എംറിക്ക് ഇഷ്ടപ്പെട്ട ഒരു താരം കൂടിയാണ് ഫോയ്ത്ത്. ഇനി മൂന്നാമത്തെ താരം മരിയോ ഹെർമോസോയാണ്. റോമ താരമായ ഇദ്ദേഹം ക്ലബ്ബ് വിടുകയാണ്. ബയർ ലെവർക്യൂസൻ ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത്. നാലാമത്തെ താരം നിക്കോളോ ഫാഗിയോലിയാണ്. യുവന്റസ് താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക് മാഴ്സെ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഞ്ചാമത്തെ താരം മത്യാസ് ടെല്ലാണ്. ഇദ്ദേഹം ബയൺ മ്യൂണിക്ക് വിടാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ്. അവിടെ കളിക്കാനുള്ള അവസരം പോലും അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്നില്ല. ചെൽസി ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആറാമത്തെ താരം ജോഷുവ കിമ്മിച്ചാണ്. വരുന്ന സമ്മറിൽ ഫ്രീ ഏജന്റ് ആവുന്ന ഈ സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു പിടി വമ്പൻ ക്ലബ്ബുകളാണ് രംഗത്ത് വന്നിട്ടുള്ളത്. റയൽ മാഡ്രിഡ്, ബാഴ്സലോണ, മാഞ്ചസ്റ്റർ സിറ്റി, PSG, ലിവർപൂൾ എന്നിവർക്കൊക്കെ വലിയ താല്പര്യമുള്ള താരമാണ് കിമ്മിച്ച്. ഇതിൽ പലരും ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കിമ്മിച്ച് ഇനിയിപ്പോൾ ഏത് ക്ലബിലേക്ക് പോകും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏഴാമത്തെ താരം അൻസു ഫാറ്റിയാണ്. മൊറീഞ്ഞോയുടെ ക്ലബ്ബായ ഫെനർബാഷയ്ക്ക് ഈ താരത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട്. എന്നാൽ താരം ക്ലബ്ബ് വിടാൻ സമ്മതിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല. അദ്ദേഹം ബാഴ്സയിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. കൂടാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഫാറ്റിയിൽ താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എട്ടാമത്തെ താരം ബെഞ്ചമിൻ സെസ്കോയാണ്. RB ലീപ്സിഗ് താരമായ ഇദ്ദേഹത്തിൽ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി, ആഴ്സണൽ എന്നിവർക്കൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ സെസ്കോ ഇപ്പോൾ മുൻഗണന നൽകുന്നത് ആഴ്സണലിന് തന്നെയാണ്. ഇനി ഒൻപതാമത്തെ താരം മാർക്കസ് റാഷ്ഫോർഡ് ആണ്. അദ്ദേഹത്തെ സ്വന്തമാക്കണമെങ്കിൽ ബാഴ്സയിലെ ആരെങ്കിലും ക്ലബ്ബ് വിടേണ്ടി വന്നേക്കും. ക്രിസ്ത്യൻസൻ ക്ലബ്ബ് വിട്ടാൽ അത് സാധ്യമാകും എന്നുള്ള കാര്യം മുണ്ടോ ഡിപ്പോർട്ടീവ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്താമത്തെ താരം അലക്സാണ്ടർ ഇസാക്കാണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ പല വമ്പൻ ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ട്. ലിവർപൂളിനൊക്കെ താല്പര്യമുണ്ട്. പക്ഷെ അദ്ദേഹത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ ന്യൂകാസിൽ യുണൈറ്റഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ഒരു കോൺട്രാക്ട് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യാൻ ന്യൂകാസിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. 11ാമത്തെ താരം ഇബ്രാഹിമ കൊനാറ്റയാണ്. ക്ലബിലേക്ക് വന്നാൽ ഈ താരത്തിന് ക്യാപ്റ്റൻ സ്ഥാനം വാഗ്ദാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഫ്രഞ്ച് വമ്പന്മാരായ PSG ഉള്ളത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 12ാമത്തെ താരം മാത്യൂസ് കുഞ്ഞയാണ്. ഈ താരത്തെ ജനുവരിയിൽ തന്നെ എത്തിക്കാനാണ് ഇപ്പോൾ ആഴ്സണൽ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അവർക്കതിന് സാധ്യമാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. 13ാമത്തെ താരം അലക്സാണ്ടർ അർണോൾഡാണ്. ഈ താരത്തെ ജനുവരിയിൽ എത്തിക്കൽ അസാധ്യമാണ് എന്നുള്ള കാര്യം റയൽ മാഡ്രിഡ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്ത സമ്മറിൽ അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് അവരുടെ തീരുമാനം. 14ാമത്തെ താരം ടിമോ വെർണർ ആണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി അമേരിക്കൻ ക്ലബ്ബായ ന്യൂയോർക്ക് റെഡ് ബുൾസ് ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 15ാമത്തെ താരം ബ്രസീലിയൻ യുവ പ്രതിഭയായ എൻട്രിക് ആണ്. ഈ താരത്തിന്റെ കാര്യത്തിൽ റയൽ മാഡ്രിഡിന് ഇപ്പോഴും സംശയങ്ങൾ തീർന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തെ ലോണിൽ വിടണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും റയൽ മാഡ്രിഡ് ആലോചനകൾ നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻട്രിക്ക് ക്ലബ്ബ് വിടാനുള്ള സാധ്യത ഒരൽപ്പം കുറവാണ്. പക്ഷെ ക്ലബ്ബ് വിട്ടാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.